ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 71 ക്വസ്റ്റ്യൻസ് ആണ്. അതിനു മുന്നായിട്ട് എന്താണ് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. പേര് പോലെ തന്നെ ഇതൊരു സാധ്യതയുടെ ഗണിതമാണ്. ചാൻസ് അഥവാ പ്രോബബിലിറ്റി, സാധ്യത. ചാൻസ് എന്ന് പറയുമ്പോൾ എന്താ? സാധ്യത. ഇതിന് നമ്മൾ മാത്തമാറ്റിക്കലി പറയുന്ന വേർഡാണ് പ്രോബബിലിറ്റി. ഓക്കെ, നമ്മളിനി ചാൻസിനെ പ്രോബബിലിറ്റി എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ടാണ് പറയാം. എന്താണ് ഈ പ്രോബബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് ചില സന്ദർഭങ്ങളിൽ നമുക്ക് അതിൻ്റെ ഫലം കൃത്യമായിട്ട് പ്രവചിക്കാൻ സാധിക്കുകയില്ല. അതായത് ഇന്ന് മഴ പെയ്യാനും മഴ പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. കണ്ടോ, കറക്റ്റ് ഇന്ന് മഴ പെയ്യുന്നു പറയുന്നില്ല കാലാവസ്ഥ. അല്ലെങ്കിൽ പരീക്ഷയിൽ ഇപ്പോൾ നിങ്ങളൊരു എക്സാം എഴുതി കഴിഞ്ഞ് വീട്ടിലെത്തിയ നിങ്ങളുടെ പാരൻസ് നിങ്ങളോട് ചോദിക്കാറുണ്ട് എക്സാമിൽ പാസ്സാവുമെന്ന് അല്ലേ. അപ്പോൾ നിങ്ങൾ ചിലർ കറക്റ്റായിട്ട് പറയും പാസ്സാവുമെന്ന്. അത് ആ എക്സാം എഴുതിയ ആ റിസൾട്ടിനെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു എന്നൊക്കെ അവർ കണക്ക് കൂട്ടിയിട്ടാണ് ജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നത്. എന്നാൽ മറ്റു ചിലർക്കാണെങ്കിലും അത് ഉറപ്പിച്ച് പറയാൻ സാധ്യതയില്ല. കാരണം കറക്റ്റ് ആൻസർ ആണോ എന്ന് ഡൗട്ട്സ് ഉള്ളത് കാരണം എന്ത് പറയും? ജയിക്കാനും ജയിക്കാതിരിക്കാനും സാധ്യത ഉണ്ടെന്ന് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് ആ പ്രോബബിലിറ്റിയെ ഡിനോട്ട് ചെയ്യാറുണ്ട്. അതെങ്ങനെയാണ് എന്നതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതായത് ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം ആകെ ഉണ്ടാകുന്ന ഫലത്തിൻ്റെ എത്ര ഭാഗമാണ് എന്നതാണ്. വൺസ് അഗെയിൻ, പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം, അതായത് നിങ്ങളുടെ ഫേവറബിൾ റിസൾട്ട്, നമ്പർ ഓഫ് ഫേവറബിൾ റിസൾട്ട്, അത് ടോട്ടൽ റിസൾട്ടിൻ്റെ എത്ര ഭാഗമാണ് എന്നതാണ് പ്രോബബിലിറ്റി. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു കോയിന് ടോസ് ചെയ്യാണ്. കോയിന് ടോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം അതിന് ആകെ 2 റിസൾട്ടുകൾ മാത്രമേ ഉള്ളൂ അല്ലേ. ഏതൊക്കെയാണ്? ഒന്നുക്കത് ഹെഡാവാം, അല്ലെങ്കിൽ നിങ്ങൾ ടോസ് ചെയ്യുമ്പോൾ വീഴാൻ സാധ്യത ടെയിലാകാം. ഓക്കെ, ആകെ 2 റിസൾട്ടുകളേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ് ഇതിൽ ഹെഡാകാനുള്ള ചാൻസ്, നിങ്ങൾ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് വരാനുള്ള സാധ്യത, ഇതാണ് നിങ്ങളുടെ ഫേവറബിൾ ആയിട്ടുള്ള റിസൾട്ട്, ഹെഡ് ആവാനുള്ള സാധ്യത. ആകെ 2 ഉള്ളൂ, അതിൽ ഒരു ഹെഡാണ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ഹെഡ് എന്ന് പറയുന്നത് എന്ത് എഴുതാം? ആകെ ഒരു ഹെഡാണ് ഉള്ളത്, പക്ഷേ ടോട്ടൽ 2 റിസൾട്ടുകളുണ്ട്. അപ്പോൾ 2. അപ്പോൾ അതിൽ ഹെഡ് ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/2 ആണ്. മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. ഒരു ബോക്സിൽ കുറച്ച് നമ്പേഴ്സിൻ്റെ സ്ലിപ്പ് ഇട്ടിട്ടുണ്ട്. അതായത് നമ്പേഴ്സ് എഴുതിയിട്ടുള്ള സ്ലിപ്സ് എന്ന് പറയുമ്പോൾ 1 എന്ന് എഴുതിയൊരു സ്ലിപ്പ്, അതുപോലെ 2 എന്ന് എഴുതിയ സ്ലിപ്പ്, 3, 4, വീണ്ടും ഒരു 1, ഇത്രയും സ്ലിപ്സുകൾ ഒരു ബോക്സിൽ ഉണ്ട്. ഇതിൽ നിന്നും നിങ്ങളൊരു സ്ലിപ്പ് എടുക്കുകയാണെങ്കിൽ അത് 1 ആകാനുള്ള പ്രോബബിലിറ്റി നമുക്ക് കണ്ടെത്തണം. ആ സ്ലിപ്പ് 1 ആകാൻ എന്താണ് സാധ്യത എന്നുള്ളത് കണ്ടെത്തണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഇതിൽ ആകെ എത്ര സ്ലിപ്സുകൾ ഉണ്ട് നോക്കുക. ടോട്ടൽ എത്ര സ്ലിപ്സ് ഉണ്ട്? ടോട്ടൽ സ്ലിപ്സ് ഈക്വൽ ടു 5 അല്ലേ. ടോട്ടൽ 5 സ്ലിപ്സുകളാണുള്ളത്. ഇനി 1 എന്ന് എഴുതി എത്ര സ്ലിപ്സ് ഉണ്ട്? നമ്പർ ഓഫ് 1 ഈക്വൽ ടു 2 അല്ലേ. 1 എന്ന് എഴുതിയ 2 സ്ലിപ്സുകളാണുള്ളത്. ഇനി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1 കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഫേവറബിൾ ആയിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് 2 ആണ് അല്ലേ. അതായത് 2 സ്ലിപ്സുകളാണ് ഉള്ളത്, 1ൻ്റെ 2 സ്ലിപ്സുകളാണുള്ളത്. ദാറ്റ് ഈസ് 2 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര സ്ലിപ്സ് ഉണ്ട്? ടോട്ടൽ 5 സ്ലിപ്സുകളാണുള്ളത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1 ഈക്വൽ ടു 2/5 ആണ്.
പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? P ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് അല്ലെങ്കിൽ റിസൾട്ട് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ്. ഓക്കെ, ഇപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ടു ദി ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. Probability of an event is a number in between 0 and 1. എപ്പോഴും ഏതൊരു ഈവൻറ്റിൻ്റെയും പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0ക്കും അതുപോലെ 1നും ഇടയിലുള്ളൊരു നമ്പർ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ചെയ്ത എക്സാമ്പിൾ തന്നെ നിങ്ങൾക്ക് കാണാം. നമുക്ക് കിട്ടിയ പ്രോബബിലിറ്റീസൊക്കെ 1/2 അല്ലെങ്കിൽ 1/4 ഒക്കെയാണ് കിട്ടിയത് അല്ലേ. ഈ നമ്പേഴ്സൊക്കെ 0ക്കും 1നും ഇടയിലുള്ള നമ്പേഴ്സ് ആണല്ലോ. അപ്പോൾ ഏതൊരു ഈവൻറ്റിൻ്റെയും പ്രോബബിലിറ്റി എപ്പോഴും 0ക്കും 1നും ഇടയിലുള്ളൊരു നമ്പർ ആയിരിക്കും. അതുപോലെ പ്രോബബിലിറ്റി ഓഫ് എ ഷുവർ ഈവൻറ്റ് ഈസ് 1. ഒരു ഈവൻറ്റിൻ്റെ ഷുവർ, അതായത് മാക്സിമം പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതുപോലെ ഇമ്പോസിബിൾ ആയിട്ടുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ഒരു ഈവൻറ്റിൻ്റെ ഇമ്പോസിബിൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0. ഒരിക്കലും 0 വരാറില്ല, അത് ഇമ്പോസിബിൾ ആണ് കേട്ടോ. എപ്പോഴും ഏതൊരു ഈവൻറ്റിൻ്റെയും പ്രോബബിലിറ്റി 0ക്കും 1നും ഇടയിലായിരിക്കും. സാധ്യത ഇല്ലാത്തതാണ് 0 അല്ലെങ്കിൽ 1. മാക്സിമം 1 വരാൻ സാധ്യതയില്ല കേട്ടോ. എങ്കിലും നമ്മൾ പറയാറ് അതിൻ്റെ വാല്യൂ എപ്പോഴും 0ക്കും 1നും ഇടയിലാണ് എന്നാണ്. അപ്പോൾ ഇനി പേജ് നമ്പർ 71 പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ബോക്സ് കണ്ടെയ്ൻസ് 6 ബ്ലാക്ക്. ഒരു ബോക്സിൽ 6 ബ്ലാക്ക് ബോൾസ് ആൻഡ് 4 വൈറ്റ് ബോൾസ്. 4 വൈറ്റ് ബോൾസ്. If a ball is taken from it, what is the probability of it being black and the probability of it being white? ഒരു ബോക്സിൽ 6 ബ്ലാക്ക് ബോൾസും 4 വൈറ്റ് ബോൾസ് ഉണ്ട് അല്ലേ. ആ ബോക്സിൽ നിന്നും നിങ്ങളൊരു ബോൾ എടുക്കുകയാണെങ്കിൽ ആ ബോള് ബ്ലാക്ക് ആവാനുള്ള പ്രോബബിലിറ്റി, അതുപോലെ ആ ബോൾ വൈറ്റ് ആകാനുള്ള പ്രോബബിലിറ്റി, അതാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലാകെ എത്ര ബോൾസുകളുണ്ട് നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ്. ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ഈക്വൽ ടു എത്ര ബോൾസ് ആണുള്ളത്? 6 ബ്ലാക്ക് ബോൾ പ്ലസ് 4 വൈറ്റ് ബോൾ, ദാറ്റ് ഈസ് 10 അല്ലേ. ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എന്ന് പറയുന്നത് 10 ആണ്. ഇനി നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾസ്, എത്ര ബ്ലാക്ക് ബോൾസ് ഉണ്ട്? നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾസ്, നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾസ് എന്ന് പറയുന്നത് 6 ആണ്. ഇനി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബോൾ അല്ലേ. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബോൾ ഈക്വൽ ടു എന്താണ് നമ്മൾ പഠിച്ച ഫോർമുല? അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ് അല്ലേ. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് 6, ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് 10. 6/10 ആണ്. അപ്പോൾ 6/10 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനൊന്ന് ഷോർട്ടാക്കാം. എങ്ങനെ ഷോർട്ടാക്കാം? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഫ്രാക്ഷൻസ് ഷോർട്ടാക്കേണ്ടത്. ഇവിടെ 6, 10 എന്ന് പറയുമ്പോൾ 6ഉം 10ഉം ഒക്കെ 2ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ. അപ്പോൾ അതിനെ ഷോർട്ടാക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 6നെയും 10നെയും 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 6നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3,
10നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബോൾ ഈസ് 3/5. ഇനി ഇതുപോലെ എന്ത് ചെയ്യണം? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ കണ്ടെത്തണം. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ, ഇതിന് ഷോർട്ടാകണം കേട്ടോ, ഇങ്ങനെ P(W) എന്ന് എഴുതുന്നത്. ഇതിന് മീനിങ് എന്താ? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ എത്രയാണ്? നമ്മുടെ ബോക്സിൽ ടോട്ടൽ 4 വൈറ്റ് ബോൾസുകളാണുള്ളത് അല്ലേ? അപ്പോൾ നമ്മുടെ ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് 4 ആണ്. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം 4. ടോട്ടൽ എത്ര ബോൾസാണ് ഉണ്ടായിരുന്നത്? 10 ബോൾസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 4/10 ആണ് അതിൻ്റെ പ്രോബബിലിറ്റി. അപ്പോൾ ഈ ഫ്രാക്ഷനെ നിങ്ങളൊന്ന് ഷോർട്ടാക്കണം. 4ഉം 10 എന്നും പറയുന്നത് എന്താണ്? 2ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇതിനെ ഷോർട്ടാക്കാം. 4നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2, 10നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5. അപ്പോൾ 2/5. 2/5നെ ഇനി നമുക്ക് ഒരേ നമ്പറായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇതാണ് അതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോം, 2/5. കണ്ടോ? അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മൾ പ്രോബബിലിറ്റി എടുത്തപ്പോൾ ഇതിൻ്റെയൊക്കെ വാല്യൂ എന്നത് നോക്കൂ, 2/5. 1നേക്കാൾ ചെറിയൊരു നമ്പറല്ലേ 2/5 എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. There are 3 red balls and 7 green balls in a bag. 8 red and 7 green balls in another. What is the probability of getting a red ball from the first bag? അതായത് 2 ബാഗ്സുകൾ ഉണ്ട് കേട്ടോ അവിടെ. ഫസ്റ്റ് ബാഗിൽ 3 റെഡ് ബോൾസും സെക്കൻഡ് ബാഗിൽ 7 ഗ്രീൻ ബോൾസ് ഉണ്ട്. സോറി, ആ ഫസ്റ്റ് ബാഗിൽ തന്നെ 3 റെഡ് ബോൾസും 7 ഗ്രീൻ ബോൾസും ഉണ്ട്. സെക്കൻഡ് ബാഗിൽ 8 റെഡ് ബോൾസും 7 ഗ്രീൻ ബോൾസും ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഫ്രം ദ ഫസ്റ്റ് ബാഗ്. ഈ ഫസ്റ്റ് ബാഗിൽ നിന്ന് റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് ആദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര ബോൾസുകളുണ്ട്? 3 + 7 ദാറ്റ് ഈസ് 10. ഫസ്റ്റ് ബാഗിൽ ടോട്ടൽ 10 ബോൾസുകളാണുള്ളത്. അതിൽ നമുക്ക് റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് റെഡ് ഈക്വൽ ടു, ആകെ റെഡ് ബോൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 3 ആണ് അല്ലേ? 3 ഡിവൈഡഡ് ബൈ ടോട്ടൽ ബോൾസ് 10, 3/10 ആണ്. അപ്പോൾ ഈ ഫ്രാക്ഷൻ നമുക്കിവിടെ ഷോർട്ടാക്കാൻ സാധിക്കില്ല, കാരണം 3ലും 10നും കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ് ഇല്ല. അപ്പോൾ റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 3/10. ഫ്രം ദ സെക്കൻഡ് ബാഗ്, സെക്കൻഡ് ബാഗിൽ നിന്നും റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ഫ്രം ദി സെക്കൻഡ് ബാഗ്. സെക്കൻഡ് ബാഗിൽ എത്ര റെഡുകളുണ്ട്? 8 റെഡുകളാണുള്ളത്. ടോട്ടൽ എത്ര ബോൾസുകൾ സെക്കൻഡ് ബാഗിലുണ്ട്? ദാറ്റ് ഈസ് 8 + 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 15. അപ്പോൾ 8/15 ആണ് റെഡ് സെക്കൻഡ് ബാഗിൽ നിന്നും കിട്ടാനുള്ള പ്രോബബിലിറ്റി. തേർഡ്, ഇഫ് all the balls are put in a single bag, what is the probability of getting a red ball from it? ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഈ 2 ബാഗ്സിലെയും എല്ലാ ബോൾസും കൂടി ഒരു സിംഗിൾ ബാഗിലേക്ക് പുട്ട് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ബാഗിൽ നിന്നൊരു റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ എത്ര വരും? ആകെ ഇവിടെ 3 റെഡ് ബോൾസ് ഉണ്ട്, അതുപോലെ സെക്കൻഡ് ബാഗിൽ 8 റെഡ് ബോൾസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ 11 റെഡ് ബോൾസുകൾ വരുന്നു. ഇനി ഫസ്റ്റ് ബാഗിൽ 7 ഗ്രീൻ ബോൾസ്, സെക്കൻഡിൽ 7 ഗ്രീൻ ബോൾസ്. അപ്പോൾ ടോട്ടൽ 14 ഗ്രീൻ ബോൾസുകൾ വരുന്നുണ്ട്. ഓക്കെ, ഇനി ഈ സിംഗിൾ ബാഗിൽ ആകെ എത്ര ബോൾസുകളുണ്ട്? ദാറ്റ് ഈസ് 11 + 14. 11 + 14 25. ആകെ 25 ബോൾസുകളാണുള്ളത്. ഈ 25 ബോൾസിൽ 11 റെഡ് ബോൾസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങളൊരു ബോൾ എടുക്കുകയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദാറ്റ് ബോൾ ഈസ് റെഡ് ഈക്വൽ ടു
11 ഡിവൈഡഡ് ബൈ 25. ഓക്കെ, ആ ബോൾ റെഡ് ആകാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 11/25 ആണ്. അതുപോലെ തന്നെ ഗ്രീനും കാണാം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗ്രീൻ എന്ന് പറയുന്നത് എന്താണ്? 14/25 ആയിരിക്കും. തേർഡ് ക്വസ്റ്റ്യൻ. One is asked to say a 2-digit number. What is the probability of it being a perfect square? ഒരാൾ എന്ത് ചെയ്തു? 2 ഡിജിറ്റ് നമ്പേഴ്സ് ചോദിച്ചു. ആ 2 ഡിജിറ്റ് നമ്പേഴ്സിൽ പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് വരാനുള്ള പ്രോബബിലിറ്റി എത്രയെന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ 2 ഡിജിറ്റ് നമ്പേഴ്സ് ഏതൊക്കെയാണ് വരിക? 2 ഡിജിറ്റ് നമ്പേഴ്സ് ഈക്വൽ ടു 10, 11 എക്സെട്ര 99 അല്ലേ? ഇതാണ് 2 ഡിജിറ്റ് നമ്പേഴ്സ്. പക്ഷേ നമുക്ക് എന്തറിയണം? ആകെ എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സാണ് ഉള്ളതെന്ന് കണ്ടെത്തണം. അത് നമ്മൾ കണ്ടെത്താൻ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ 10, 11 എക്സെട്ര 99 എന്ന് പറയുന്ന ഒരു അരിതമെറ്റിക് സീക്വൻസ് ആക്കി എടുക്കുകയാണെങ്കിൽ ഇതിലാകെ വരുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത്, ടോട്ടൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ്. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്താ? 1 പ്ലസ് 1 അല്ലേ? ഇതല്ലേ നമ്പർ ഓഫ് ടേംസ് കണ്ടെത്താൻ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഫോർമുല. അപ്പോൾ 99 മൈനസ് 10 ദാറ്റ് ഈസ് 89. 89 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 90. അപ്പോൾ ടോട്ടൽ 92 ഡിജിറ്റ് നമ്പേഴ്സാണ് ഉള്ളത്. ഇനി ഇതിൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഏതൊക്കെയെന്ന് കണ്ടെത്തണം. ഏതൊക്കെയാണ് പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് വരുന്നത്? പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് ഈക്വൽ ടു ഫസ്റ്റ് വരുന്നത് 16 അല്ലേ? 16, 25, 36, 49, 64, 81. അപ്പോൾ ടോട്ടൽ എത്ര പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6 അല്ലേ? ടോട്ടൽ 6 പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സാണ് വരുന്നത്. നമ്മുടെ ടോട്ടൽ റിസൾട്ട് എന്ന് പറയുന്നത് 90 ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് ഈക്വൽ ടു 6 ഡിവൈഡഡ് ബൈ 90. 6 ഡിവൈഡഡ് ബൈ 90 ആണ്. 6/90 എന്ന് പറയുമ്പോൾ ഇത്ര 1/15. ഫ്രാക്ഷനെ നിങ്ങൾ ഷോർട്ട് ആക്കണം. അതായത് 6നെ 6 സെറ്റ് ഡിവൈഡ് ചെയ്യുക, അതുപോലെ 90നെയും 6 സെറ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1/15 എന്ന് പറയുന്ന ഫ്രാക്ഷന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Numbers from 1 to 15 are written on slips of paper and put in a box. A slip is to be drawn from it, but before doing so, one must make a guess about the number, either prime number or a multiple of 5. Which is the better guess? Why? എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? ഒരു ബോക്സിൽ 1 മുതൽ 5 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ലിപ്സുകൾ ഇട്ടിട്ടുണ്ട്. 1 മുതൽ 50. അപ്പോൾ ഇതിൽ നിന്നൊരു സ്ലിപ്പ് എടുക്കുമ്പോൾ അത് പ്രൈമാണോ അല്ലെങ്കിൽ 5ൻ്റെ മൾട്ടിപ്പിളാണോ വരാൻ സാധ്യത എന്നത് എന്ത് ചെയ്യാണ്? ഗസ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതിനാണ് കൂടുതൽ സാധ്യത എന്ന്
കണ്ടെത്തണം, എന്തുകൊണ്ടെന്നും കണ്ടെത്തണം. അപ്പോൾ നമ്മൾ എടുക്കുന്ന സ്ലിപ്പ് പ്രൈം ആകാനാണോ കൂടുതൽ ചാൻസ് അല്ലെങ്കിൽ 5ൻ്റെ മൾട്ടിപ്പിൾ ആവാനാണോ ചാൻസ് എന്നുള്ളത് കണ്ടെത്തണമെങ്കിൽ രണ്ടിൻ്റെയും പ്രോബബിലിറ്റി കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ ഇതിൽ ടോട്ടൽ 50 നമ്പേഴ്സ് ആണുള്ളത് അല്ലേ. ടോട്ടൽ റിസൾട്ട് എന്ന് പറയുന്നത് 50 ആണ്. ഇത് പ്രൈം നമ്പേഴ്സ് ആവാനുള്ളത്. ഇത് 50ൽ എത്ര പ്രൈം നമ്പേഴ്സ് ആണ് വരുന്നതെന്ന് കണ്ടെത്തണം. എത്ര പ്രൈം നമ്പേഴ്സ് വരുന്നുണ്ട് അത് നിങ്ങൾ എഴുതുക തന്നെ വേണം. അതായത് പ്രൈം നമ്പേഴ്സ് 2, 3, 5, 7, 11, 13, 17, 19, 23, 29, 31, 37, 41, 43, 47. ഇത്രയും പ്രൈം നമ്പേഴ്സാണ് വരുന്നത് അല്ലേ. അപ്പോൾ ടോട്ടൽ എത്ര പ്രൈം നമ്പേഴ്സ് വരുന്നുണ്ട്? 15 പ്രൈം നമ്പേഴ്സ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് 15 ആണ്. ടോട്ടൽ ഔട്ട്കംസ് 50. അപ്പോൾ പ്രൈം നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? Probability of getting a prime number equal to 15 divided by 50 അല്ലേ. 15/50 എന്ന് പറയുമ്പോൾ എത്ര വരും? അത് പിന്നെ നമുക്ക് ഷോർട്ടാക്കാം. കാരണം എന്ത് ചെയ്യാണ്ട് രണ്ടിൻ്റെയും പ്രോബബിലിറ്റി ഒന്ന് നോക്കാണ്ട് അല്ലേ, ഏതാണ് ഗ്രേറ്റർ എന്ന് നോക്കാണ്ട്. അതുകൊണ്ട് അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഈ ഫ്രാക്ഷനെ ഷോർട്ടാക്കാം. നെക്സ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 5 ആണ് വരുന്നത്. മൾട്ടിപ്പിൾ ഓഫ് 5. മൾട്ടിപ്പിൾ ഓഫ് 5. അപ്പോൾ 5ൻ്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയെന്ന് കണ്ടെത്താൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്പർ ഓഫ് ടേംസ്, ഒരു സീക്വൻസിൻ്റെ നമ്പർ ഓഫ് ടേംസ് കണ്ടെത്താനുള്ള മെത്തേഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് നമ്പർ ഓഫ് ടേംസ് കാണാം. അപ്പോൾ ഇവിടെ നമ്മുടെ സീക്വൻസ് എങ്ങനെ വരിക? 5, 10, എക്സെട്ര 50 അല്ലേ. ഇങ്ങനെയല്ലേ സീക്വൻസ് വരിക. അപ്പോൾ ഇതിൽ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും വരിക? അതായത് n = 50 - 5 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് 5 ആണ് അല്ലേ, പ്ലസ് 1. ദാറ്റ് ഈസ് 50 - 5 45, 45/5 എന്ന് പറയുമ്പോൾ 9, 9 + 1 10. ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ 5ൻ്റെ മൾട്ടിപ്പിൾസും എഴുതിയിട്ട് എണ്ണണം. എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടെത്തേണ്ടി വരും. അതിനേക്കാൾ നല്ലത് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് നമ്പർ ഓഫ് ടേംസുകൾ കണ്ടെത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 5 എന്ന് പറയുന്നത് 10 ആണ്. ടോട്ടൽ 50 കിട്ടി. ഇനി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ മൾട്ടിപ്പിൾ ഓഫ് 5 അത് എത്ര വരിക? P of 5 അല്ലേ, മൾട്ടിപ്പിൾ ഓഫ് 5. P of multiple of 5 equal to probability of getting a multiple of 5 equal to 10/50. അപ്പോൾ 50 സ്ലിപ്സുകളുള്ള ബോക്സിൽ നിന്ന് നിങ്ങളൊരു സ്ലിപ്പ് എടുക്കുകയാണെങ്കിൽ അത് പ്രൈം ആവാനാണോ കൂടുതൽ ചാൻസ് അല്ലെങ്കിൽ 5ൻ്റെ മൾട്ടിപ്പിൾ ആവാനാണോ കൂടുതൽ ചാൻസ് എന്നുള്ളത് കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടിൻ്റെയും പ്രോബബിലിറ്റി ഒന്ന് കമ്പയർ ചെയ്യണം. പ്രൈംസ് ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 50/50 ആയിരുന്നു. അതുപോലെ 5ൻ്റെ മൾട്ടിപ്പിൾ ആവാനുള്ള പ്രോബബിലിറ്റി 10/50 ആണ്. അപ്പോൾ ഇതിൽ ഈ പ്രോബബിലിറ്റിയിൽ ഏതാണ് ഗ്രേറ്റർ, ഏതാണ് കൂടുതലായിട്ട് വരുന്നത് ചാൻസ്? 50/50 ആണോ 10/50 ആണോ വരുന്നത്? നമുക്കറിയാം അതിൽ 15/50 ആണ് ഗ്രേറ്റർ ആയിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ പറയാം? ആ ബോക്സിൽ നിന്നൊരു സ്ലിപ്പ് എടുക്കുകയാണെങ്കിൽ അത് പ്രൈം നമ്പർ ആവാനാണ് കൂടുതൽ ചാൻസ് എന്ന് പറയാം അല്ലേ.
getting prime number is a better choice. Fifth question. A bag contains 3 red beads and 7 green beads. Another contains 1 red and 1 green more. The probability of getting a red from which bag is more? അതായത് 2 ബാഗുകളുണ്ട്. ആ ബാഗിൽ ഫസ്റ്റ് ബാഗിൽ 3 റെഡ് ബോൾസ് ഉണ്ട്. സെക്കൻഡ് ബോൾസ് അല്ല, ബീഡ്സ്. ആ ബാഗിൽ അതുപോലെ തന്നെ 7 ഗ്രീൻ ബീഡ്സുകളുണ്ട്. സെക്കൻഡ് ബാഗിൽ ഫസ്റ്റുള്ള ബാഗിലുള്ള റെഡ് ബീഡ്സിനേക്കാളും ഒരു ബീഡ് കൂടുതലാണ്. അപ്പോൾ ഫസ്റ്റിൽ 3 റെഡ് ബീഡ്സ് ഉണ്ട്. അപ്പോൾ സെക്കൻഡിൽ 1 കൂടുതൽ എന്ന് പറയുമ്പോൾ 4 റെഡ് ബീഡ്സുകളുണ്ട്. അതുപോലെ തന്നെ 1 ഗ്രീൻ മോർ. സെക്കൻഡിൽ 1 ഗ്രീന് കൂടുതലാണ്. അപ്പോൾ ഫസ്റ്റത്തേനേക്കാളും 1 കൂടുതലാണ്. അപ്പോൾ ഫസ്റ്റിൽ 7 ഗ്രീൻ ബീഡ്സ് ആണുള്ളത്. അപ്പോൾ സെക്കൻഡിൽ 8 ഗ്രീൻ ബീഡ്സ് ഉണ്ടായിരിക്കും. ഇനി നമ്മുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഏതിൻ്റെ പ്രോബബിലിറ്റിയാണ് കണ്ടെത്തേണ്ടത്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ഫ്രം വിച്ച് ബാഗ് ഈസ് മോർ. ഇതിൽ ഏത് ബാഗിൽ നിന്ന് റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് കൂടുതൽ എന്നതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ 2 ബാഗിൽ നിന്നും റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി നമ്മൾ കണ്ടെത്തണം. ഫസ്റ്റ് ഇതിൽ ടോട്ടൽ 10 ബീഡ്സുകളാണുള്ളത്. ഇവിടെ ടോട്ടൽ 12 ബീഡ്സുകളുണ്ട്. ഓക്കെ. ഇനി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ബീഡ് ഫ്രം ഫസ്റ്റ് ബാഗ് എന്ന് പറയുന്നത് ഇതിലാകെ 3 റെഡ് ബീഡ്സുകളാണുള്ളത്. ദാറ്റ് ഈസ് 3/10. സെക്കൻഡിൽ വരുന്നത് റെഡ് ബീഡ്സ് എന്ന് പറയുന്നത് 4 ആണ്. സെക്കൻഡ് ബാഗിൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ബീഡ്സ് ഫ്രം സെക്കൻഡ് ബാഗ് ഈക്വൽ ടു 4/12 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടിയ ഫ്രാക്ഷൻസ് 3/10ഉം 4/12 ആണ്. അപ്പോൾ ഇതിൽ ഏത് ഫ്രാക്ഷനാണ് ഗ്രേറ്റർ എന്ന് കണ്ടെത്തണം. ഫസ്റ്റത്തേൽ നമ്മൾ ഇതുപോലത്തെ പ്രോബ്ലം ചെയ്തപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് പെട്ടെന്ന് പറയാം ഇതാണ് ഗ്രേറ്റർ ആയിട്ടുള്ള ഫ്രാക്ഷൻ അല്ലേ. അപ്പോൾ ഈ കേസിൽ നമ്മൾ ഇതിൽ ഏത് ഫ്രാക്ഷനാണ് ഗ്രേറ്റർ എന്നത് എങ്ങനെ കണ്ടെത്തും? അതിനൊരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്. അതായത് ഇപ്പോൾ ഫസ്റ്റ് ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററും സെക്കൻഡ് ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 10 × 4 40 അല്ലേ. ഇനി ഫസ്റ്റ് ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററും സെക്കൻഡ് ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 12 എന്ന് പറയുമ്പോൾ 36. അപ്പോൾ 36 ആണോ 40 ആണോ ഗ്രേറ്റർ? 40 ആണ് ഗ്രേറ്റർ അല്ലേ. അപ്പോൾ ഈ ഭാഗത്ത് നമ്മുടെ സെക്കൻഡ് ഫ്രാക്ഷൻ്റെ ഭാഗത്താണ് ഗ്രേറ്റർ നമ്പർ കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം? 3/10നേക്കാൾ വലുതാണ് 4/12 എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ബാഗിൽ നിന്ന് റെഡ് ബീഡ് കിട്ടാനാണ് ചാൻസ് കൂടുതൽ? സെക്കൻഡ് ബാഗിൽ നിന്ന് നിങ്ങളൊരു ബീഡ് എടുക്കുകയാണെങ്കിൽ അത് റെഡ് ആകാനാണ് കൂടുതൽ ചാൻസ് എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ടോപ്പിക്കും ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ